ഇവിടെ അച്ഛനും അമ്മയും എന്താണ്? വളരെ ദുഃഖത്തിലാണ്, കരയാണ്. അവൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴെല്ലാ അവസ്ഥയും പറഞ്ഞു. നീ എന്താണ്? അല്പായുസാണ്, നിനക്ക് മരണത്തിനുള്ള സമയമായി. അപ്പോൾ ആ ഉണ്ണി ആദ്യം ചെയ്തത് മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ആദ്യം ഉണ്ടാക്കി. മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി. ആ ശിവലിംഗത്തിന് മുന്നില് ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ. പക്ഷെ മരണത്തിനുള്ള സമയമായപ്പോൾ ആര് വന്നു? സാക്ഷാൽ യമധർമ്മൻ തന്നെ നേരിട്ട് വരിക. യമധർമ്മനെ കണ്ടപ്പോൾ പേടിച്ചിട്ട് ഉണ്ണി എന്ത് ചെയ്യാണ്? ആ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഭഗവാന്റെ നാമം ജപിക്കുകയാണ്. അങ്ങനെ അനേക സമയം ജപിച്ച് കഴിഞ്ഞപ്പോൾ എന്തില്ല? പുറത്തുള്ള യമധർമ്മനെ പറ്റിയുള്ള ചിന്തയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ദ്രദുമ്നന്റെ കാര്യത്തിൽ നടന്ന അതേ സംഭവമാണ് നടക്കുന്നത്. പുറത്തുള്ള യമധർമ്മനെ പറ്റിയുള്ള ചിന്തയില്ല, അല്പായുസാണ് താൻ എന്നുള്ള ബോധമില്ല, ഇപ്പോഴും മരിക്കും എന്നുള്ള ബോധമില്ല. ആ ശിവലിംഗം